ഓരോ മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബബിതയാണെങ്കിൽ രാത്രി ഒരു കത്രികയും എടുത്ത് പമ്മി പമ്മി അങ്ങോട്ടേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും അലീനെ അവിടെ നിന്ന് തല്ലി ഓടിക്കണമെന്ന ഒരു പ്ലാൻ ആയിരിക്കട്ടെ ബബിതയുടെ മനസ്സിൽ. അലീന കാരണം ബബിതക്ക് ഇപ്പോ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. അവളെ തൊടാൻ പാടില്ല, ധിക്കാരം കാണിക്കരുത്, ചേച്ചി എന്ന് വിളിക്കണം, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബബിത ഈ ഒരു കളി കളിക്കുന്നത്. തന്റെ അമ്മയും അച്ഛനും തെറ്റാൻ കാരണക്കാരി അലീനയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോള് ബാലചന്ദ്രനുമൊക്കെ ഉറങ്ങിയോ എന്ന് നോക്കി അവൾ പതുക്കെ അലീനയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നിട്ട് അലീന ഇടാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ഒരു കത്രിക കൊണ്ട് വെട്ടി വെട്ടി അങ്ങ് നശിപ്പിക്കാണ്. കുറെ തുണികൾ വെട്ടിക്കീറി കളഞ്ഞു. സത്യത്തിൽ ബബിത ഇത് ചെയ്യുന്നത് അലീനെ പുറത്താക്കാനാണ് എങ്കിലും അലീനക്ക് ശരിക്കും ഒരു ഉപകാരമായി മാറുന്നുണ്ട്. കാരണം അലീനക്ക് അത്ര വലിയ ഡ്രസ്സൊന്നുമില്ല. എവിടെ നിന്നോ തൊന്നിക്കൂട്ടിയ കുറച്ച് പഴഞ്ചൻ തുണികളാണല്ലോ ഇത്രയും കാലം അലീന ഇട്ടുകൊണ്ടിരുന്നത്. ആ ചുരിദാറും പാന്റും ഷാളും ഒക്കെയാണ്. ആ പഴയ പാന്റും ചുരിദാറും ഷാളും ഒക്കെയാണ് ബബിത ഇപ്പോൾ വെട്ടി വെട്ടി നശിപ്പിക്കുന്നത്. എടി, നീ നോക്കിക്കോടി, നീ ഇവിടെ നിന്നും പോകും. നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്നും ആട്ടി ഓടിക്കും. നീ ഇവിടെ സുഖിച്ച് വാഴാമെന്നൊന്നും വിചാരിക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പ് കൊണ്ട് പിറുപിറുത്തുകൊണ്ട് വാശിയിലായിരിക്കട്ടെ ബബിത അതെല്ലാം തന്നെ കത്രിക വെച്ച് വെട്ടിക്കീറുന്നത്. തുണികളെല്ലാം കീറിക്കളഞ്ഞ് അവൾ നേരെ രോഹിത്തിനോട് സംസാരിക്കാൻ ചെല്ലാണ്. രോഹിത്തെ, ഞാൻ അവളുടെ തുണികളെല്ലാം തന്നെ കണ്ടിച്ചു കളഞ്ഞു. അവൾ കാരണം ഒരു സമാധാനവുമില്ല. അച്ഛന്റെ കയ്യിൽ നിന്നും എന്നും കേൾക്കുന്ന ചീത്ത കേട്ട് കേട്ട് മടുത്തു. അമ്മ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവൾ എവിടെ നിൽക്കാൻ പാടില്ല. അവൾ എവിടെ നിന്ന് പോയി കഴിഞ്ഞാലേ അമ്മ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന് ഇതല്ലാതെ വേറെ വഴിയില്ല. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ല ബബിതേ, നീ ഇതൊക്കെ ചെയ്തു, ഇനി അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അച്ഛൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം ബബിത മറുപടി നൽകി, അച്ഛൻ അറിഞ്ഞ എനിക്ക് വഴക്ക് കിട്ടും, അത് ഉറപ്പല്ലേ. പക്ഷേ അച്ഛൻ ഇതറിയാനൊന്നും പോകുന്നില്ല. അലീന ഇത് അച്ഛനോട് പറയാനും പോകുന്നില്ല. ഞാൻ കീറിയതാണെന്ന് അവൾക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ കൃഷ്ണമോളാണെങ്കിൽ ഇത് കണ്ടിട്ടുമില്ല. രോഹിത്തേട്ടൻ പറഞ്ഞു കൊടുക്കുമോ? രോഹിത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ ബബിതക്ക് ആശ്വാസമായി. ഇതേ ഉള്ളൂ ഇനി വഴി, അവളുടെ സർവ്വതും അങ്ങ് നശിപ്പിക്കണം. ഒന്നിനും ഗതിയില്ലാതെ അവൾ ഇവിടെ നിന്നും അങ്ങ് ഇറങ്ങി ഓടണം. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ. അമ്മ ഇവിടേക്ക് തിരിച്ചു വരും, പഴയതുപോലെ തന്നെ സന്തോഷമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ ബബിത. അപ്പോഴും രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ല ബബിതേ, നിനക്കിവിടെ താമസിക്കാൻ ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? അലീനെ നിനക്ക് ഇഷ്ടമല്ലല്ലോ. അമ്മ വരുന്നതുവരെ നമുക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നല്ലോ. അതിനും ബബിത പറയുന്ന മറുപടി, രോഹിത്തേട്ട, സ്വന്തം വീട് പോലെ വേറൊന്നുമില്ല. സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു അവകാശം സുരക്ഷിതമൊത്തൊന്നും മറ്റു വീട്ടിൽ നിന്നും കിട്ടാറില്ല. അതിപ്പോ അച്ഛന്റെയോ അമ്മയുടെയോ വീടാണ് എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും രോഹിതേട്ടൻ അറിയില്ല. അപ്പൊ രോഹിത് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കില്ല, തക്ക മറുപടി തന്നെ ഞാൻ കൊടുക്കും. ഇവിടെ ആർക്കും വന്ന് നമ്മളെ ഒന്നും ചെയ്യാനും പറയാനും പറ്റില്ല. അലീനക്ക് ഇവിടെ എന്ത് അവകാശമാണുള്ളത്? വല്ല രേഖയുമുണ്ടോ? അച്ഛന്റെ മോളാണെന്ന് അമ്മ പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അവൾ വന്നു കയറിയപ്പോൾ അച്ഛന് വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നല്ലോ. മകളെ പോലെയാണോ പെരുമാറിയത്? അന്നൊരു മോതിരം മോഷ്ടിച്ചെന്ന് അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ കേട്ടു നിന്നില്ലേ? സ്വന്തം മോളാണെങ്കിൽ അച്ഛൻ അങ്ങനെ മിണ്ടാതിരിക്കുവോ? ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട്. അങ്ങനെ ബബിത അവളുടെ സംശയം ഇങ്ങനെ രോഹിത്തിനോട് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീനയും രേവതിക്കുട്ടിയും ഗ്രേസിയാമ്മയും മനുവും ചേർന്നുകൊണ്ട് ചിന്നുമോളെ കാണാൻ പോവും. മനു പറയുന്നുണ്ട്, അലീന, നീ ഫ്രണ്ടിലിരുന്നാ മതിയെന്ന്, ബാക്കിയുള്ളവരെല്ലാം തന്നെ പുറകിലിരുന്നോളും. അലീന ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ മനുവേട്ടാ? ഞാൻ പുറകിൽ അവരുടെ കൂടെ ഇരുന്നോളാമെന്ന് പറയും. മനു തമാശയായി പറഞ്ഞു, വലിയൊരു ആക്സിഡന്റ് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. നീ പുറകിലിരുന്നാ ഞാൻ ഇടക്കിടക്ക് നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നീ എന്നെയും നോക്കും. അപ്പോ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇതൊരു ചെറിയ റൊമാൻറ്റിക്. അങ്ങനെ നോട്ടം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി എന്റെ കൺട്രോൾ അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. വണ്ടിക്കുള്ളിലിരുന്ന് ഗ്രേസിയാമ്മ രേവതിയോട് പറയുന്നത്, രേവതി കുട്ടി നോക്കിക്കേ, അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത്. രേവതി പറഞ്ഞു, അതെന്താ, അവർ റിലേറ്റീവ്സ് അല്ലേ? അപ്പോൾ ഗ്രേസിയാൻറ്റി ചോദിക്കുന്നുണ്ട്, എടി, അവർ മുറച്ചെക്കനും മുറപ്പെണ്ണുമാണ്. മനുവിന് അലീനെ വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അവർ തമ്മിൽ നല്ല മാച്ചാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ. മനുവിന് അവളോട് ഇഷ്ടമുണ്ട്. രേവതിക്കുട്ടിയും അത് ശരിവെച്ചു. അലീന ചേച്ചി സുന്ദരിയല്ലേ, വലിയ വീട്ടിലെ കൊച്ചല്ലേ, അവർ തമ്മിൽ വിവാഹം കഴിക്കട്ടേന്നേ. നല്ല രസമല്ലേ അവർ രണ്ടുപേരും ഇങ്ങനെ ജോഡികളായിട്ട് കാണാൻ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നേരെ ചിന്നുമോളെ കാണാൻ പോയി. പിന്നീട് കാണിക്കുന്നത് ബബിതയും രോഹിത്തും ഡൈനിങ് ടേബിളിൽ ഇന്ന് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ. പണികളൊന്നും ചെയ്യാനൊന്നും ഇവർക്കറിയില്ലല്ലോ. കൃഷ്ണമോള് കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുന്നത് ബാലചന്ദ്രൻ ശ്രദ്ധിച്ചു. ബാലചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവർ മറുപടി നൽകി. അതിന് നിങ്ങളുടെ മുന്നിൽ വല്ലതുമുണ്ടോ? ഭക്ഷണം വേണമെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കണം. നിങ്ങളെക്കാൾ ചെറിയ കുട്ടിയാണ് കൃഷ്ണജ. അവൾ ഇവിടെ പണിയെടുക്കുന്നത് കണ്ടില്ലേ?
നിങ്ങൾക്ക് നാണമില്ലേ? രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ പഠിക്കണം. അലീന വരുന്നത് വരെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ, നീ അലീനയുടെ പണി ഏറ്റെടുത്ത് വലിയ ആളാവാനൊന്നും നോക്കണ്ട. നീ സ്കൂളിലേക്ക് പോവാൻ ഒരുങ്ങിക്കോ. രോഹിത്തിനും ബബിതക്കുമാണെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാക്കാനും അറിയില്ല. ബാലചന്ദ്രൻ വന്നിട്ട് അവരെ വീണ്ടും അങ്ങ് വരട്ടി. അലീന ഇവിടെ നിന്നും ഓടിക്കണമെന്നാണല്ലോ നിങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആര് വെച്ച് വിളമ്പി തരും? വൈജയന്തിക്ക് പറ്റുമോ? അവൾക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. ബബിതേ, നീ നിന്റെ അമ്മയോട് പറഞ്ഞേക്ക് തനിച്ച് ജീവിക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്ന്. നെടുമ്പൊരിക്കൽ ബാലചന്ദ്രനെ തോൽപ്പിക്കാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കില്ല. അലീന എന്റെ മോളാണ്. അവൾ ഇവിടെ തന്നെ താമസിക്കും. വൈജയന്തി വിചാരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഒരിക്കലും അവളെ കൈവിടില്ല. ഇതൊക്കെ കേട്ട് അവർക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇതിനിടെ തന്നെ തുണികളൊക്കെ കീറിയത് ബബിതയാണെന്ന് ബാലചന്ദ്രൻ കണ്ടുപിടിക്കും. പക്ഷേ അലീനയ്ക്ക് മനുവും ബാലചന്ദ്രനും ചേർന്ന് കൂടെ തന്നെ അതിലും വില കൂടിയ നല്ല നല്ല ഡ്രസ്സുകളെല്ലാം തന്നെ വാങ്ങിച്ചു നൽകുന്നുണ്ട്. അവസാനം അവർ തിരുവനന്തപുരത്തെ അനാഥാലയത്തിലേക്ക് എത്തിച്ചേർന്നു. ചിന്നുമോളെ കണ്ടു. കുറെ കളിപ്പാട്ടങ്ങളും മിഠായികളും ഒക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കൊടുക്കുകയാണ്. ചിന്നുമോളോട് വന്ന് രേവതി കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ഗ്രേസിയാന്റിക്കാണെങ്കിൽ ചിന്നുമോളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സ്വന്തം മകന്റെ മോളാണെന്ന സത്യം അവരറിയുന്നില്ല എങ്കിലും ആ രക്തബന്ധത്തിന്റെ സ്നേഹം അവളുടെ കണ്ണിൽ കാണാമായിരുന്നു. മനുവും അലീനയും തമ്മിലുള്ള ചെറിയ ചെറിയ റൊമാൻറ്റിക് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ആഴ്ചയായിരിക്കും വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അവൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. ഒരു ഹോം നഴ്സിനെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അവസാനം മറ്റു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ വൈജയന്തി വീണ്ടും ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെ വരും. അലീനയാണ് അവളെ പരിചരിക്കുന്നതൊക്കെ. വൈജയന്തി അലീനയെ ഒരുപാടധികം ഉപദ്രവിക്കുന്നുണ്ട് എങ്കിലും അവളെല്ലാം തന്നെ സഹിച്ച് കടിച്ചു പിടിച്ച് അവിടെ തന്നെ നിൽക്കും. പവിത ഡ്രസ്സ് വെട്ടിക്കീറിയ നാടകം വലിയൊരു വഴിത്തിരിവിലേക്കാണ് അലീനയുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നത്. പുതിയ ഡ്രസ്സുകളെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അലീനയെ കാണുമ്പോൾ ബബിതയുടെ ഉള്ളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് വൈജയന്തിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ഒരു ഭാഗം തളർന്ന് സംസാരശേഷി പോലും പകുതി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നുവെങ്കിലും വൈജയന്തിയുടെ കണ്ണുകളിലെ പക ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ബാലചന്ദ്രൻ കണിശമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, വൈജയന്തിയെ പരിചരിക്കാൻ അലീന അല്ലാതെ വേറെ ആരും ഉണ്ടാകില്ല എന്ന്. ആദ്യമൊക്കെ അലീന വിളമ്പുന്ന ഭക്ഷണം തുപ്പിക്കളയാനും മരുന്നുകളൊക്കെ തട്ടിത്തെറിപ്പിക്കാനും വൈജയന്തി തന്റെ ദേഷ്യം തീർക്കാനൊക്കെ നോക്കി. എന്നാൽ അലീനയുടെ നിശബ്ദമായ പരിചരണത്തിന് മുന്നിൽ വൈജയന്തിയുടെ ഈ വാശികളെല്ലാം തന്നെ അധിക കാലമൊന്നും നിലനിന്നില്ല. ഒരു രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ നേരം വൈജയന്തി ശ്വാസം കിട്ടാതെ പിടയുന്നത് അലീന കണ്ടു. ഓടിച്ചെന്ന് നെഞ്ചു തടവിക്കൊണ്ട് കൃത്യസമയത്ത് തന്നെ ഓക്സിജൻ നൽകി അവളെ മരണത്തിൽ നിന്നും അലീന രക്ഷപ്പെടുത്തിയെടുത്തു. ആ നിമിഷം വൈജയന്തിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. തന്റെ സ്വന്തം മകൾ ബബിത പോലും തിരിഞ്ഞു നോക്കാത്ത ഈ നേരത്ത് താൻ അത്രയും ഉപദ്രവിച്ച ഈ പെൺകുട്ടി എന്തിനാണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് വൈജയന്തി ചിന്തിച്ചു തുടങ്ങുകയാണ്. ഇതേ സമയം മനു ആണെങ്കിൽ അലീനയോടുള്ള തന്റെ ഇഷ്ടം ബാലചന്ദ്രനോട് തുറന്നു പറയും. ബാലചന്ദ്രൻ സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നുണ്ട് എങ്കിലും ബബിതയും രോഹിത്തും ചേർന്ന് ഈ വിവാഹം മുടക്കാൻ പുതിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ടാവും. ചിന്നുമോളുടെ അച്ഛൻ ആരാണെന്ന സത്യം ഉടനെ തന്നെ ഗ്രേസിയാന്റി അനാഥാലയത്തിലെ സിസ്റ്ററിൽ നിന്നും അറിയാൻ പോയി. ആ ഒരു വലിയ രഹസ്യം പുറത്തു വരുന്നതോടുകൂടി തന്നെ നെടുമ്പറക്കൽ തറവാട്ടിൽ വീണ്ടും വലിയൊരു പൊട്ടിത്തെറിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.